പെൺമക്കളുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് പെൺകുട്ടികളുള്ളവർ. അല്ലാഹു തആല ചില ആളുകൾക്ക് പെൺമക്കളെ കൊടുക്കും, ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ആണും പെണ്ണും കൊടുക്കും. അതെല്ലാം അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് നൽകിയ മക്കളൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹത്തീങ്ങളും ആക്കി തെരുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ അവനെത്ര വലിയ ഭാഗ്യവാനാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ കുന്ന ലഹു സലാസ ബനാത്തിൻ, മൻ കുന്ന ലഹു സലാസ ബനാത്തിൻ, ഒരാൾക്ക് 3 പെൺമക്കളുണ്ടെങ്കിൽ 3 പെൺമക്കളുണ്ട് ഒരാൾക്ക്, വയർഹമുഹുന്ന, ആ 3 പെൺമക്കൾക്ക് ഇയാൾ കരുണ ചെയ്യുന്നു, അവർക്ക് കാരുണ്യം ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്ന വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തവർക്ക് വലിയ കരുണയും സ്നേഹവും കൊടുക്കുന്നു. അങ്ങനെ ഒരാൾ ചെയ്താൽ വജബത്തു ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഹബീബായ തങ്ങൾ പറയുന്നൽ ബത്തത്ത, ഉറപ്പായിട്ടും ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. നിങ്ങൾ നോക്കണം, സ്വർഗം അവന് നിർബന്ധമാണെന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ നിർത്താതെ അൽ ബത്തത്ത, ഉറപ്പായിട്ടും അവന് സ്വർഗമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പെൺമക്കളെ സംരക്ഷിച്ചാൽ, 3 പെൺകുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് മതവിദ്യാഭ്യാസം നൽകി നല്ല ഇസ്ലാമിക കൾച്ചറിൽ അവരെ വളർത്തി നല്ല ദീനീ ബോധമുള്ള അച്ചടക്കമുള്ള മക്കളാക്കി വളർത്തിയാൽ അത് കാരണം ആ മനുഷ്യന് സ്വർഗമാണ്. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഇൻ കാനതാ ഇസ്നതൈൻ, നബിയെ അപ്പോൾ 2 പെൺകുട്ടികളാണെങ്കിലോ, 2 പെൺമക്കളാണ് ഒരാൾക്കുള്ളതെങ്കിലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വഇൻ കാനതാ ഇസ്നതൈൻ, 2 ആണെങ്കിലും അതുപോലെ തന്നെയാണ്. 2 പെൺമക്കളെയാണ് ഒരാൾക്ക് അല്ലാഹു കൊടുത്തതെങ്കിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ വളർത്തിയെടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. ഫറആ ബഅ്ദുൽ ഖൗമി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയാണ്, അപ്പോൾ സ്വഹാബത്തിൽ നിന്ന് ചില ആളുകളെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു, ലൗ ഖാല വാഹിദൻ, ഒരാളാണെങ്കിലോ നബിയെ, ഒരു പെൺകുട്ടിയാണെങ്കിലോ എന്ന് മുത്തുനബിനോട് ചോദിച്ചാൽ ലഖാല വാഹിദ്, ഒരു പെൺകുട്ടിയാണെങ്കിലും അവന് സ്വർഗം കിട്ടുമെന്ന് ഹബീബായ തങ്ങൾ പറയുമായിരുന്നു. പക്ഷെ അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ